ഞങ്ങൾ ഏറ്റവും ആദ്യം ഈ മേഖലയിലേക്ക് കടന്നു പോയപ്പോൾ ഈ സെക്സ് വർക്കേഴ്സിന്റെ അമ്മച്ചിമാരെ ഇപ്പൊ ഞങ്ങൾ ചോദിച്ചേ, അമ്മച്ചിമാരെ നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ ജോലികളൊന്നും ഇല്ലേ? കരയില് ഒരു മുസ്ലിം വീട്ടില് വാടകയ്ക്കായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ഈ ഫീൽഡിലേക്ക് വിടാതെ ഇവരെ രക്ഷിക്കുക, അടുത്ത തലമുറയെ രക്ഷിക്കുക എന്ന ലക്ഷ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഞങ്ങൾ പിന്നെ അവരുടെ മക്കളെ അവരുടെ കുടുംബ സാഹചര്യമൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അവരൊന്നും പറയുന്നില്ല. പിന്നെയുണ്ട് ഈ മയക്കുമരുന്നുകാരുടെ ഇടയിൽ പോയിക്കൊണ്ട് വരുമ്പോഴല്ലേ ഈ ഗ്രൂപ്പിൻ്റെ ഇടയിലാണ് നമുക്ക് ഭയങ്കര തലവേദന. ആദ്യകാലത്ത് ഭയങ്കര തലവേദനയായിരുന്നു. കാരണം ഇതിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ. അപ്പം നമുക്കങ്ങനെ തലയ്ക്ക് അടിച്ച ഒരു പ്രതീതിയാണ്. ഈ മത്ത് പിടിച്ച പോലെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഏടായി തിരിച്ചു വരും. ഇരുൾ നിറഞ്ഞ നഗരത്തെരുവുകളിൽ HIV ബാധിതർക്കും ലൈംഗിക തൊഴിലാളികൾക്കും മയക്കുമരുന്നിന് അടിമയായവർക്കും ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ. തൃപ്പൂണിത്തറ കരിങ്ങാച്ചിറയിൽ പ്രവർത്തിക്കുന്ന സാന്നിധ്യം അഡോറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. SABS കോൺഗ്രിഗേഷൻ എറണാകുളം പ്രൊവിൻസിന്റെ കീഴിൽ വരുന്ന ഈ ഒരു സംഘടന ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വ്യക്തിത്വങ്ങളാണ്. സിസ്റ്റർ സീന തയ്യിൽ SABSഉം സിസ്റ്റർ മേഴ്സി വടക്കംചേരി SABSുമാണ്. അവരോടൊപ്പമുള്ള അവരുടെ സേവന പാതയിലേക്ക് നമുക്കൊന്ന് പോകാം. വളരെ യാദൃശ്ചികമായി ഒരു മേഖലയിലേക്ക് കടന്നു ചെന്ന് ആ സമൂഹത്തിൽ അവരുടെ എല്ലാ അവസ്ഥയിലും അവരോട് കൂടെ പ്രവർത്തിക്കുന്ന SABS കോൺഗ്രിഗേഷൻ എറണാകുളം പ്രൊവിൻസിലെ സിസ്റ്റർ മേഴ്സി വടക്കംചേരിയും സിസ്റ്റർ സീന തയ്യിലുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സിസ്റ്റേഴ്സ്, സ്വാഗതം. ഈ അടുത്തിടയ്ക്ക് സത്യദീപത്തിലൂടെയാണ് നിങ്ങളെ കുറിച്ചിട്ട് അറിയാനായിട്ട് സാധിച്ചത്. പ്രത്യേകമായിട്ട് ഇപ്പോൾ സെക്സ് വർക്കേഴ്സിന്റെ ഇടയിലും അല്ലെങ്കിൽ HIV ബാധിച്ചവരുടെ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ഇടയിലൊക്കെ ഒരു പ്രവർത്തനത്തിലൂടെ മുമ്പോട്ട് വരുന്ന സിസ്റ്റേഴ്സ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ SABS എന്ന് പറയുമ്പോൾ എപ്പോഴും കേട്ടിട്ടുള്ളത് പഠന മേഖലയിൽ അല്ലെങ്കിൽ അധ്യാപക മേഖലയിലാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു മേഖലയാണ് ഒരു പക്ഷെ മദർ തെരേസയൊക്കെ ചെയ്തു പോകുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആണ്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത്? 2008 ഞങ്ങളുടെ സഭയുടെ, അതായത് ദിവികാരുണ്യ ആരാധനാ സഭയുടെ ശതാബ്ദി ആഘോഷിച്ചപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തണമെന്ന് ചിന്തിക്കുകയുണ്ടായി സഭാധികാരികൾ. അന്നത്തെ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ മദർ തെക്കളയായിരുന്നു. അപ്പോൾ മദറിന്റെ ആഹ്വാനം അനുസരിച്ച് സ്വന്തം ഇഷ്ടത്തോടു കൂടെ ഞങ്ങൾ രണ്ടുപേര് ഈ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ആരൊക്കെയായിരുന്നു ആ രണ്ടുപേര്? സിസ്റ്റർ ആൻസി മാപ്പിളപ്പറമ്പിലും സിസ്റ്റർ മേഴ്സി വടക്കഞ്ചേരി. സിസ്റ്റർ മേഴ്സി വടക്കഞ്ചേരിയാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. സിസ്റ്റർ ആൻസി മാപ്പിളപ്പറമ്പിൽ വികർ പ്രൊവിൻഷ്യലായി പോയപ്പോൾ തുടർന്ന് സിസ്റ്റർ തെരേസ് പുത്തമ്പൂര് 10 വർഷത്തോളം ഈ മേഖലയിൽ പ്രവർത്തിച്ചു. പിന്നീട് കുറച്ച് സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ മാറി വന്നു പോയി. അതിനുശേഷമാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. ഞാൻ വന്നിട്ട് 1 വർഷമായി. ആദ്യം ഞങ്ങളുടെ പ്രവർത്തന മേഖല എളമക്കരയിൽ ഒരു മുസ്ലിം വീട്ടിൽ വാടകയ്ക്കായിരുന്നു ഞങ്ങൾ താമസിച്ചത് 4 വർഷക്കാലം. അതിനുശേഷം ഞങ്ങളുടെ ഈ സ്ഥാപനം സാന്നിധ്യം എന്ന സ്ഥാപനം ഒരു കോൺവെന്റ് ആയിരുന്നു. 38 വർഷത്തോളം ഒരു കോൺവെന്റായി പ്രവർത്തിച്ചതിന് ശേഷം സഭാധികാരികൾ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് വന്ന് എയ്ഡ്സ് രോഗികളായ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് അപ്പൊ ഈ ഒരു 3 ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിഞ്ഞത്? കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ എറണാകുളം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലായി ഇതിൻ്റെ ഓഫീസുകളുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടെത്തിയാണ് അവിടെ പോകുന്നത്. പ്രത്യേകിച്ച് സെക്സ് വർക്കേഴ്സിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ സുരക്ഷാ പ്രോജക്റ്റ്, മയക്കുമരുന്നുകാരുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ക്യാപ്സ് എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രോജക്ട്സ് ആൻഡ് സൊല്യൂഷൻസ്. അടുത്ത് HIV ബാധിതരുടെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ENP+. അതായത് നമ്മുടെ 14 ജില്ലയിലും ഓരോ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ എറണാകുളം ജില്ലയിലെ കേന്ദ്രമാണ് ENP+, അതായത് എറണാകുളം നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ലിവിങ് വിത്ത് പോസിറ്റീവ് HIV പേഷ്യൻസ് കേട്ടോ. അതാണ് ആ 3 കേന്ദ്രങ്ങൾ. ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെന്ന് ഇവരെ കണ്ടെത്തി ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച്, അങ്ങനെയൊന്നും പറയുന്നില്ല, എന്നിരുന്നാലും നമ്മളിങ്ങനെ അവരെ എങ്ങനെയെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുക്കിയാണ് ഇവരുടെ അടുത്ത് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സാവധാനം അവരെ പരിചയപ്പെട്ടു.
നമ്മൾ ഈ ഒരു ഗ്രൂപ്പിന് ഇട്ടേക്കുന്ന പേര് തന്നെ അഡോറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു പേര് തീരുമാനിക്കാനായിട്ടുള്ള ഒരു കാരണം? സാന്നിധ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കൾക്ക് എപ്പോഴും ഒരു സാന്നിധ്യമാവുക, ഞങ്ങൾ അവർക്ക് സാന്നിധ്യമാവുക. അതോടൊപ്പം തന്നെ ഈ സാന്നിധ്യം അഡോറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരുടെ ഒരു തറവാടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്കിവിടെ വരാം, അവർക്ക് ഒരു പ്രത്യാശ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സാന്നിധ്യം എന്ന പേര് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ലൈംഗിക തൊഴിലാളികൾ അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് അങ്ങനെ ഡയറക്റ്റ് നമ്മൾ കയറി ചെല്ലാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. ചിലപ്പോൾ ഒരു പക്ഷെ അവർ നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത് പോലും എങ്ങനെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അവരുടെ ഇടയിലുള്ള ഒരു പ്രവർത്തനം എങ്ങനെയായിരിക്കും? ഞങ്ങൾ ഏറ്റവും ആദ്യം ഈ മേഖലയിലേക്ക് കടന്നു പോയപ്പോൾ ജപമാല ചൊല്ലിയും അമ്മയുടെ മാധ്യസ്ഥം പിടിച്ചാണ് ഞങ്ങൾ പോയത്. ബസ് ഇറങ്ങി ഞങ്ങൾ ഈ ഓഫീസിലേക്ക് അങ്ങനെ ലക്ഷ്യം വെച്ച് നടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തിന്മയുടെ ശക്തി നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഒരു ഫീലിങ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ തമ്പുരാനിൽ ആശ്രയം വെച്ചു. കാരണം ഇത് ഇങ്ങനത്തെ ഒരു മേഖലയാണെന്നാണ് കേട്ടേക്കുന്നത്. ചെന്നപ്പോൾ അവരുടെ ഇരിപ്പും കിടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെച്ച കാൽ പുറത്തേക്ക് വെക്കും. പക്ഷേ എന്നാലും ഞങ്ങൾ അകത്ത് ചെന്ന് അവരുടെ അടുത്തൊക്കെ ചെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ്, പക്ഷെ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പേടിയുണ്ട്. പക്ഷെ അവരാണെങ്കിൽ ഒന്നും തുറന്നു പറയില്ല. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അവർ വിചാരിക്കുന്നത് ഞങ്ങൾ പോലീസിൽ പിടിപ്പിക്കാൻ ചെന്നേക്കുന്നതാണ് ഇവരെ, ഈ ഗ്രൂപ്പിനെ. അപ്പം ഇത് ഗവൺമെൻറ്റിൽ അംഗീകരിച്ച അങ്ങനെ ഒരു പ്രോജക്റ്റാണിത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഈ സിസ്റ്റേഴ്സിൻ്റെ വേഷത്തിൽ ചെല്ലുമ്പോൾ പോലീസിനോട് പിടിപ്പിക്കാനായിരിക്കും എന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു അവർക്ക്. പക്ഷെ നമ്മൾ ചോദിച്ചാൽ അവർ ഒന്നും തന്നെ പറയില്ല, ഉത്തരവൊന്നും പറയില്ല. സിസ്റ്റർ കോള് വന്നു, നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും സിസ്റ്റർ കോള് വന്നു, അങ്ങനെ പോകും. അങ്ങനെ ഞങ്ങൾ മനസ്സ് മടുക്കാതെ ഞങ്ങൾ പിന്നെ അടുത്ത ആളുടെ അടുത്ത് ചെന്ന് സംസാരിക്കും. പല ദിവസങ്ങളിലും പോയി തിരിച്ചു വരും. കൊന്തയിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് പോകണേ കേട്ടോ. അങ്ങനെ ചെന്ന് സമാധാനത്തിൽ ഞങ്ങൾ വിചാരിച്ച് ഇപ്പം ഇവരെ ഇങ്ങനെ പോയി കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇവരുടെ മക്കളെ കുറിച്ചൊന്ന് നമുക്ക് ലക്ഷ്യം നോക്കാം. അതായത് ഇവരുടെ മക്കളെ ഈ ഫീൽഡിലേക്ക് വിടാതെ ഇവരെ രക്ഷിക്കുക, അടുത്ത തലമുറയെ രക്ഷിക്കുക എന്ന ലക്ഷ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഞങ്ങൾ പിന്നെ അവരുടെ മക്കളെ അവരുടെ കുടുംബ സാഹചര്യമൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അവരൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ആളുടെ കാര്യം അടുത്ത ആളുടെ ചോദിക്കുക. അങ്ങനെ ചോദിച്ച് നമുക്ക് ഏതാണ്ട് ചിലർക്കൊക്കെ മക്കളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അവരുടെ മക്കളിലേക്ക് ശ്രദ്ധ കൊടുത്ത് അപ്പം പിന്നെ ഞങ്ങൾ അവരുടെ മക്കളെ പഠിപ്പിക്കുക, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ പഠിപ്പിച്ചപ്പോൾ അവർക്കൊരു ചെറിയൊരു താല്പര്യം പോലെ, അത് പല ദിവസങ്ങൾ കൊണ്ടാട്ടോ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർ ചെറിയ രീതിയിലേക്ക് നമ്മോട് അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അല്പം അവരുടെ മക്കളിലേക്ക് ഇറങ്ങി അവരുടെ മക്കളെ ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ബാലഭവനിൽ നിർത്തി പഠിപ്പിച്ച് അങ്ങനെ അപ്പോൾ അവർക്കൊരു ബന്ധമൊക്കെ ആയി. ഇപ്പോൾ വലിയ കുഴപ്പക്കാരല്ല എന്ന് അവർക്ക് സ്വയം ബോധ്യമായി. അങ്ങനെയാണ് ഞങ്ങൾ അവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. നമുക്കിപ്പോ ഈ ലൈംഗിക തൊഴിലാളികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ HIV-ക്കാരുടെ കാര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് യുവജനങ്ങളും ഒരുപാട് വ്യക്തികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇത് ഒന്നാമത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒരുപാട് പേര് അവരെ മാറ്റി നിർത്തപ്പെടുന്നവരുണ്ടാവും. ഇനിയിപ്പോ അവരുടെ സ്വന്തം തെറ്റുകൊണ്ടല്ല ഇത് സംഭവിച്ചെങ്കിൽ പോലും അവർക്കൊരു കുറ്റബോധവും നിരാശയും ജീവിക്കേണ്ടെന്നൊരു തോന്നൽ പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള HIV ബാധിതരെ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്? HIV ബാധിതരായ മക്കള് ഇവിടെ ഇൻമേഴ്സ് ആരുമില്ല. ഞങ്ങൾ ദിവസവും അവരുടെ ഫീൽഡിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നു, അവരുടെ വീട് സന്ദർശിക്കുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവരെ പോയി കാണുന്നു, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു. പിന്നെ എന്തെങ്കിലും അവർക്ക് ആവശ്യം ഫ്രൂട്ട്സോ മരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, പൈസ കൊടുക്കും. അങ്ങനെ അവരുടെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾ പ്രത്യേക ശ്രദ്ധ വഹിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മാസത്തിൽ ഒരു ദിവസം ഇവിടെ ഒരു കൂട്ടായ്മ നടക്കും HIV ബാധിതരായ മക്കൾക്ക് വേണ്ടി. അവരോട് 10 മണിക്കാണ് തുടങ്ങണത് എന്ന് പറഞ്ഞാലും അവർ 8 മണിക്ക് എല്ലാവരും ഇവിടെ ഓടി വരും. ഭയങ്കര സന്തോഷം, ഒരു തിരുനാൾ ആഘോഷത്തിന്റെ ഒരു പ്രതീതിയായിരിക്കും ഇവിടെ. ഭയങ്കര വർത്തമാനവും ചിരിയും കളിയും അങ്ങനത്തെ പരിപാടികൾ. അന്നേരം ഭയങ്കര അവർ പറയണം ഞങ്ങളുടെ തറവാട്ടിലേക്കാണ് ഞങ്ങൾ വരുന്നത്. എന്നിട്ട് ഉടനെ തന്നെ അടുത്ത മാസത്തെ ഡേറ്റ് എന്നാന്ന് ചോദിക്കും. അത് നോക്കിയാണ് അവര് വരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി അവർക്ക് ആവശ്യമായ ആത്മീയവും ശാരീരികവുമായ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ പ്രത്യേക ശ്രദ്ധ വഹിക്കുന്നു. സിസ്റ്റർ, ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് എങ്ങനെയായിരിക്കും പിന്തുണ? അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഇവർക്ക് HIV എന്ന് അറിയുമ്പം തന്നെ കുടുംബത്തിൽ നിന്ന് ഇവരെ ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ പിന്നെ അവർക്ക് സ്ഥാനമില്ല. പിന്നെ ഇവര് കടത്തിണ്ണകളിലും വാടക വീടുകളിലൊക്കെയാണ് താമസിക്കുന്നത്. പലവരും തന്നെ മാതാപിതാക്കളും
മക്കൾ പോലും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത്. ആരും തന്നെ ഇവരെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇവരെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവർ വേദനിക്കുന്ന മക്കളുടെ വേദന അമ്മമാർക്കേ അറിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവരെ സ്വീകരിച്ചു. സിസ്റ്റർ, ഈ മയക്കുമരുന്നിന് അടിമകളായവരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു പേടി ഉണ്ടാവും അവരുടെ അടുത്ത് ചെല്ലാനും. അല്ലെങ്കിൽ അവര് നമ്മളെ ഒരു പക്ഷെ ഉപദ്രവിച്ചെന്ന് വരാം, അല്ലെങ്കിൽ നമ്മളെ അടിച്ചോടിച്ചെന്ന് വരാം. അപ്പൊ ആ ഒരു അത്രയും നമ്മളെ ഭീതിപ്പെടുത്തുന്ന അവർക്കിടയിലേക്ക് എങ്ങനെയാ നിങ്ങൾക്ക് കടന്നു ചെന്ന് അവരെ ശുശ്രൂഷിക്കാനും അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനൊക്കെ തോന്നുന്നത്? ബേസിക്കായി പറഞ്ഞല്ലേ, ഞങ്ങളുടെ അതിരാവിലുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഫീൽഡിലേക്ക് പോകുന്നതിന് മുൻപേ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കും, ആരാധനയ്ക്ക് വെക്കും. അതൊരു വിശുദ്ധ കുർബാനയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ശക്തി ഞങ്ങൾക്കൊരു വലിയ ശക്തി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഇവരുടെയൊക്കെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ പേടിയുണ്ട്. സത്യത്തിൽ ഭയങ്കര പേടിയായിരുന്നു ഈ മയക്കുമരുന്നുകാരുടെ ഇടയിൽ ചെല്ലുമ്പോൾ. ഞങ്ങളുടെ പേടി തലയിൽ വെയിൽ പോലും പറിച്ച് മാറ്റുമോ എന്ന് ഞങ്ങൾക്ക് പേടിച്ചു, അത്രയും പേടിയുണ്ടായിരുന്നു. എന്നാലും പക്ഷെ അവർ ഒരു പ്രശ്നമില്ല, നമ്മൾ പേടിച്ച് വെറുതെ ആയിപ്പോയി. അവർ വളരെ നമ്മുടെ സഹോദരങ്ങൾ. പക്ഷെ ഉള്ളിൽ പേടിയുണ്ട് എങ്കിലും നമ്മൾ പേടിയില്ലാത്ത രീതിയിൽ ഞങ്ങൾ വളരെ കൂളായിട്ട് മോനൊക്കെ പറഞ്ഞൊക്കെ വിളിച്ചൊക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ അവർ ഭയങ്കര നമ്മുടെ ഫ്രണ്ട്സായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവർ ചോദിക്കും, മക്കളെ നിങ്ങൾ എങ്ങനെ ഇരിക്കൊക്കെ വന്നേ? അപ്പോൾ പറയും, എൻ്റെ സിസ്റ്ററെ ഒന്നും പറയണ്ട, എല്ലാവരും പറയേ ഇതൊരു മായാലോകത്തിൽ നടക്കുന്ന ഒരു പ്രതീതിയാണ് ഇതിന്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ? ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ സിസ്റ്ററെ പിന്നെ ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റാണ്ട് വന്നു. പിന്നെ ഒരു തരത്തിൽ അതില്ല, കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ എനിക്ക് അഡിക്റ്റഡായി പോയി. ഇനി ഞങ്ങൾക്ക് ഇതിന് മോചനമില്ല സിസ്റ്ററെ. സാധാരണ എൻ്റെ പ്രായമുള്ള ചെറുപ്പക്കാരൊക്കെ നടക്കണ കാണുമ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് അസൂയയുണ്ട്, കൊതിയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. ഇതാണ് അതുങ്ങളുടെ നൊമ്പരം. ഞങ്ങൾ മക്കളെ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ആങ്ങളമാർ, ഞങ്ങളുടെ കൊച്ചനിയന്മാരൊക്കെയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അപ്പോൾ ഈ സിസ്റ്റർമാർ ഈ അമ്മമാർ ഞങ്ങളുടെ സ്വന്തം ഒരു ഫീലിങ്ങിലേക്ക് അപ്പം ഇനി എന്ന് അമ്മമാർ വരണേ. അപ്പം അങ്ങനെ ആ ഒരു തലത്തിലേക്ക് അവർ ഞങ്ങളെ ഉൾക്കൊള്ളാം. അപ്പം അങ്ങനെ ഒരു ദിവസം കൊണ്ടല്ലാട്ടെ, ഇത് പല പ്രാവശ്യം കൊണ്ടൊക്കെ പോയേക്കാണ് ഈ അനുഭവത്തിലേക്കൊക്കെ വന്നത്. അങ്ങനെയാണ് അവരിതപ്പം. അപ്പം അവരും നമ്മുടെ സ്വന്തക്കാർ. അപ്പം ഈ 3 ഗ്രൂപ്പ് ഞങ്ങളുടെ ഒരു സ്വന്തം മേഖലയാണ്. പക്ഷെ നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല കേട്ടോ. കാരണം റിസ്ക്കാണ്, അലച്ചിലുണ്ട്. എന്നിരുന്നാലും നമുക്ക് സന്തോഷമാണ്. ഒരു സംതൃപ്തി നമ്മുടെ ഉള്ളിൽ ഫീലിംഗ് ഉണ്ട്. ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ മക്കളുടെ ഇടയിലേക്ക് പോകുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, ബൈബിളിൽ പറയുന്നില്ലേ, പാപിയെ സ്നേഹിക്കുക, പാപത്തെ വെറുക്കുക. ഈ മക്കളെ കാണുമ്പോൾ എനിക്ക് മുറിവേറ്റ യേശുവിനെയാണ് ഞങ്ങളുടെ മനസ്സിലേക്ക്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും നമ്മൾ നല്ല നല്ല വാക്കുകളൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ മുറിവേറ്റ യേശുവിൻ്റെ രൂപമുണ്ട്. ഈ മക്കളുടെയൊക്കെ മനസ്സ് നൊമ്പരപ്പെട്ടതാണ്. അപ്പം നൊമ്പരപ്പെട്ട മനസ്സുകൾ കാണുമ്പോൾ മുറിവേറ്റ യേശുവിനെയാണ് നമ്മൾ ഇവരിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ്. ഇപ്പം ഞങ്ങളുടെ സഭാ സ്ഥാപകനായ വന്യപിതാവിന് വിശുദ്ധ കുർബാനയുടെ ഒരു പ്രത്യേക വീക്ഷണം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ബലിയർപ്പണം ദിവസേനയുണ്ടല്ലോ, ബലിയർപ്പണം അൾത്താരയിൽ മാത്രം ഒതുങ്ങിയ പോരാ, ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരണം. അപ്പം ഞങ്ങൾ ചിന്തിച്ചു, ഈ മക്കളൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നവരാണല്ലോ. അങ്ങനെയാകുമ്പോൾ ഇവരെ ശുശ്രൂഷിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ നമ്മൾ ഈശോയെയാണല്ലോ അവിടെ കാണുക. അപ്പോൾ ബൈബിളിൽ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഞങ്ങളുടെ മനസ്സ് കടന്നു പോകുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല, ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംതൃപ്തി അനുഭവിക്കുന്നു. ഇപ്പൊ ഏകദേശം ഒരു 15 വർഷമായിട്ടുണ്ട് നമ്മൾ ഈ ഒരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഇതിനിടയിൽ നമുക്ക് ഒരുപാട് മേഖലയിലുള്ള രോഗികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിർധനരായ ഒരുപാട് കുടുംബാംഗങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു കൂട്ടായ്മ ചെയ്ത് കൊടുത്തിട്ടുള്ളത്? സാന്നിധ്യം തുടങ്ങിയിട്ട് 15 വർഷമായി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ 15 വർഷം കൊണ്ട് ഞങ്ങൾ 40 വീടുകൾ, സ്ഥലമുള്ളവർക്ക് 40 വീടുകൾ ഞങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തു. ഒരു വീട് സ്ഥലമില്ലായിരുന്നു, അത് ഞങ്ങൾ വീട് വാങ്ങിച്ച് അവർക്ക് വീടായിട്ട് കൊടുത്തു. അങ്ങനെ 41ാമത്തെ വീടിന് വേണ്ടിയുള്ള പരിപാടികൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ഞങ്ങൾ തുടങ്ങി. അതോടൊപ്പം തന്നെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ, പിന്നെ ബാത്റൂം, അങ്ങനെയുള്ള വീടിൻ്റെതായ റിപ്പയറിങ്സ് മുഴുവനും, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മക്കളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
നമ്മൾ ഓരോ വ്യക്തികളെ പോയി ഞങ്ങൾ കണ്ടുപിടിക്കുകയാണ് സ്പോൺസർഷിപ്പ്. അപ്പൊ ഈ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് പൈസ ആവശ്യമാണ്. ഒരു വലിയ എമൗണ്ട് ചോദിച്ചാൽ ആരും നമുക്ക് കുറെ നാളത്തേക്ക് തരില്ല. ഇപ്പൊ ചെറിയൊരു എമൗണ്ട് ഒക്കെ നമ്മൾ ചോദിക്കുന്നു, അങ്ങനെ അവർ പൈസ തരുന്നു, ഞങ്ങൾ പോയി വാങ്ങും. ചിലർ മാത്രം ബാങ്കിലേക്ക് ഇടും. അപ്പൊ ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ഇവരുടെയും ഞങ്ങളുടെയും പേരിൽ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഓരോ മാസം എത്തുമ്പോൾ ഞങ്ങളെ പിള്ളേർക്ക് അവരുടെ സ്പോൺസർഷിപ്പ് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരു അക്കൗണ്ട് നമ്പറും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ തലത്തിൽ അപ്പോൾ പിള്ളേരുടെ പഠന കാര്യങ്ങൾക്ക് അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കും, ബാഗ്, അങ്ങനെ അത്യാവശ്യ സാധനമെല്ലാം ഞങ്ങൾ കൊടുക്കുന്നു. കഴിയുന്നത് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാത്ത രീതിയിൽ ഞങ്ങൾ നോക്കും. കാരണം പിന്നീട് ഫർദർ സ്റ്റഡിക്കൊക്കെ നമുക്ക് പൈസ വേണമല്ലോ. അപ്പോൾ ഒരു നിവർത്തിയിലേക്ക് മാത്രം അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കും. അല്ലെങ്കിൽ അവസാനം നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത ടൈമിൽ അങ്ങനെ ഒരു നല്ലൊരു എമൗണ്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ സുമനസ്സുകളായ വ്യക്തികളെ കണ്ടെത്തി പിടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ പഠിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടികളെ ഞങ്ങളിപ്പം ഞങ്ങളുടെ ബാലഭവനിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പഠിപ്പിക്കുന്ന കൂടാതെ അവര് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇത് കൂടാതെ നേഴ്സിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, നേഴ്സിംഗ് പൂർത്തിയാക്കി ജോലി ചെയ്യുന്നവരുണ്ട്, വിദേശത്തേക്ക് പോയവരുണ്ട്, പൈലറ്റുമാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. അങ്ങനെ എല്ലാവരെയും സ്വയം തൊഴിലിന് പ്രാപ്തരാക്കുക. തയ്യൽ മിഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ആട് വളർത്തല്, കോഴി വളർത്തല്, ഇതിനൊക്കെ ഇവരെ പ്രാപ്തരാക്കുന്നുണ്ട്. ലോട്ടറി കച്ചവടം, മീൻ കച്ചവടം, പിന്നെ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാം. പിന്നെ സെക്യൂരിറ്റി ജോലിക്ക് അവരെ പ്രാപ്തരാക്കുന്നു. ഒന്നല്ലെങ്കിൽ വേറെ ഒന്നിനെ എല്ലാവരെയും ഞങ്ങൾ പ്രാപ്തരാക്കുന്നുണ്ട്. സ്വയം ജീവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വക അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവര് സമ്പാദിക്കണമല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ സ്പോൺസർമാരെ കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ എത്രത്തോളം അവിടെ ചെലവുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്രയും കുടുംബങ്ങളും ഈ രോഗികളും ഉണ്ട്, പല മേഖലയിലുള്ളവരുമാണ്. അപ്പൊ അവരൊക്കെ അവർക്ക് ഒരാവശ്യം വരുമ്പോ അവർക്ക് ഓടി വരാനായിട്ട് ഇപ്പൊ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവരെ എങ്ങനെയാണ് ഇവർക്കുള്ള വകകൾ കണ്ടെത്താനായിട്ട് നിങ്ങൾ? ആദ്യകാലങ്ങളിൽ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് ആരെയും പരിചയമില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നടക്കണ വഴിക്ക് കൊന്ത ഇഴുകിട്ട് പോകും. അപ്പോൾ ആരെങ്കിലും ഒരാളെ ഇച്ചിരി മാന്യമായ രീതിയിലുള്ള ഡ്രസ്സ് കണ്ടിട്ട് പോകുന്ന ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾ അവരുടെ പിന്നാലെ കൂടും. ചെന്നിട്ട് അവരത് പരിചയപ്പെട്ട് ജോലിയും കാര്യമൊക്കെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും, അപ്പോൾ സിസ്റ്റർമാർ എന്താ ചെയ്യണമെന്ന് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഫീൽഡ് പറയും. പക്ഷെ അവിടെ തമ്പുരാൻ ഇടപെടുന്നു. അതാണ് ഒരു വലിയൊരു ദൈവത്തിൻ്റെ പരിപാലന. ഇങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് വരുമ്പോൾ തമ്പുരാൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് ഓരോരോ നിമിഷങ്ങളിൽ കണ്ടെത്താൻ സാധിച്ചുകൊണ്ടിരുന്നു. അപ്പം പറയാൻ വന്ന സിസ്റ്റർ, ഞാനൊരു കൊച്ചിനെ പഠിപ്പിക്കാട്ടോ, സഹായിക്കാട്ടോ. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പലരുടെ അടുത്ത് ഞങ്ങൾ പോയി വ്യക്തികളെ ആദ്യം ഇപ്പം ഞങ്ങൾ 10 കുട്ടികളെ സ്പോൺസർ ചെയ്തു. പിന്നെ 15ആയി, 20ആയി, 25ആയി. അതങ്ങനെ വന്നു ഒരു 150 കുട്ടികളോളം ഞങ്ങൾക്ക് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട്. അപ്പം ഇങ്ങനെ വ്യക്തികൾ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ അടുത്ത പോക്ക് ഇതാണ്. പോകുന്ന വഴിക്ക് ഈ മക്കളുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പം പണം ഇല്ലാതെ ഒരു നിവർത്തിയില്ല. കാരണം പണം കൊടുത്ത് തൃപ്തിയാക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും അവർക്ക് ചോദിക്കാൻ ആരുള്ളത്. അപ്പം അവർ പറയുന്നതാണ്, സിസ്റ്ററെ ഞങ്ങൾ പോയി കൈതട്ടി ആരാ തരണേ? സിസ്റ്റർമാർ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും സഹായിക്കുമായിരിക്കും. ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം അവർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങളുടെ സ്വന്തക്കാർ ഞങ്ങൾക്ക് ഇല്ല സിസ്റ്ററെ, ഞങ്ങളുടെ സ്വന്തക്കാർ അമ്മമാരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ നമ്മളിലേക്ക് ഒരു പ്രതീക്ഷ വയ്ക്കുമ്പോൾ ഈ മക്കളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പം ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ തമ്പുരാൻ്റെ ഒരു വലിയ പദ്ധതി ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു നിമിഷം ഈ ഫീൽഡ് അനുഭവിക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. എറണാകുളത്ത് സമ്പന്നമായ ഒരു ഭവനം അപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് അവർക്ക് ഭയങ്കര ഇടിവുണ്ടായി. അവരുടെ ഫ്ലാറ്റൊക്കെ പൊളിക്കുന്നു. അങ്ങനത്തെ ഇതായപ്പോൾ ഭയങ്കര വിഷമസ്ഥിതിയിലാണ് അവര്. അങ്ങനെ വിഷമസ്ഥിതിയിലായിരുന്നപ്പോൾ അവർ പലരും ഒളിവിൽ കഴിയുന്നു. അങ്ങനെ എന്നാലും പക്ഷെ നമ്മുടെ സിസ്റ്റേഴ്സ്, ഞാനല്ല വേറെ സിസ്റ്ററായിട്ട് ഇവർ പോകുമായിരുന്നു അവിടെ. അവർക്കൊരു സ്വാതന്ത്ര്യമല്ല, നമ്മളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവർ അത് ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ അവർ പറയായിരുന്നു, ഒരു ദിവസം അവരിങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ സ്വല്പം പന്നിയിറച്ചി കഴിച്ചാൽ ആഗ്രഹമുണ്ട്, എവിടെ നിന്ന് കിട്ടും? അപ്പോൾ സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത്. ആ വീട്ടിൽ ചെന്നപ്പോഴും ആ വീട്ടിലെ ചേച്ചി പറയും, ഇങ്ങനെ മനസ്സിന് ഞങ്ങളൊന്ന് ആഗ്രഹിച്ചു പന്നിയിറച്ചി കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലോ എന്ന്. പക്ഷെ അന്നത്തെ ദിവസം നമ്മുടെ സിസ്റ്റേഴ്സ്, സിസ്റ്റർ മേഴ്സി, സിസ്റ്റർ തെരേസും കൂടി എന്ത് ചെയ്യുന്നറിയാം, പന്നിയിറച്ചി വാങ്ങിച്ചത് ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. പന്നിയിറച്ചി വാങ്ങിച്ചു ഒലത്തി ആ വീട്ടിലേക്ക് കൊണ്ടുവരികയോട്. അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേ അവർ കരഞ്ഞു ഭയങ്കര. ഇത് ആരെ പറഞ്ഞത് സിസ്റ്റർ, ഇത് ആരെ പറഞ്ഞതെന്ന് വെച്ചാൽ. അപ്പം ദൈവത്തിന്റെ വലിയൊരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇങ്ങനെ അവരുടെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. ഞാൻ ഒരു വീട്ടിൽ ചെന്നു, സമ്പന്നനായ ഒരു വീട്ടിൽ ബിസിനസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അപ്പച്ചന് ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അപ്പോഴും ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇനി ഞാൻ സിസ്റ്ററിന് പൈസ ഒന്നും തരില്ല, ഞാൻ പ്രായമായി എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ അത്രയും ഫ്രീഡം ഉണ്ട് സിസ്റ്ററിന്. സിസ്റ്റർ എന്നിട്ട് അപ്പച്ചനോട് പറയാണ്, അപ്പച്ചൻ എന്നെ ഓടിച്ചാലും ഞാൻ ഇങ്ങോട്ട് ഓടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടിലെ മോൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ തന്നോളാം, അപ്പച്ചന്റെ ഓർമ്മക്കുറവ് കൊണ്ട് പറഞ്ഞാണ്, അത് സാരില്ല കേട്ടോ, ഞാൻ തന്ന. അത്രയും ഫ്രീഡം ഉണ്ട് ബെനിഫാക്ടേഴ്സ് ഞങ്ങളോട് അങ്ങനെയാണ് അവര്. എല്ലാ കുടുംബം ഞങ്ങൾ എല്ലാം തന്നെ കണ്ടില്ലെങ്കിൽ വിളിക്കും, സിസ്റ്റർ ഈ മാസം കണ്ടില്ലല്ലോ. അങ്ങനെ പിന്നെ തിരസ്കരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അത് ഞങ്ങൾ വയ്ക്കുന്നു. എന്നാലും അവരോട് നല്ല ഹാപ്പി ആയിട്ട് വർത്താനം പറഞ്ഞ് പോയിരുന്നു. പിന്നെ ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ ഇപ്പം നമ്മുടെ ഈ ഇടവകയിൽ, തൃപ്പൂണിത്തറ ഇടവകയിലായാലും ചില അമ്മച്ചിമാരൊക്കെ ഞാൻ കണ്ടേക്കണേ കണ്ടോ, പള്ളിയിൽ വരുമ്പോഴേ എന്തെങ്കിലും വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം കൊണ്ടുവന്ന് ആരെയും കാണാതെ സിസ്റ്ററിന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കും. അത് ഭയങ്കരമായി ദൈവത്തിന്റെ ഒരു ഇടപെടൽ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ദൈവം ഞങ്ങളെ നടത്തുന്നു. എന്താ ഞങ്ങളിപ്പോൾ ഒന്ന് ആഗ്രഹിക്കുവാണ്, ഞങ്ങൾക്ക് ഇന്നത് വേണം, ഇന്നത് ചെയ്യണമല്ലോ, പക്ഷെ അത് ദൈവം നടത്തി തരും. ദൈവത്തിന്റെ വലിയൊരു പരിപാലനയുടെ മുന്നിലാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ തമ്പുരാക്കർത്താരോട് പറയാതെ, നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ, നീ തന്നെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണം. പക്ഷെ നമുക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് തമ്പുരാൻ്റെ അടുത്ത് വരുമ്പോൾ, തമ്പുരാൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ, അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ പരിപാലനം ഞങ്ങൾക്ക് അത് ഒത്തിരി അനുഭവിച്ചു ഞങ്ങൾ വളരുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം, പിന്നെ ചെയ്യണമെന്ന് പറയണതായിരിക്കാം, സിസ്റ്റർ ഉടനെ അതിങ്ങ് പറയുവാണ്. അത്രേ ഒരു ദൈവത്തോടുള്ള ഒരു ബന്ധം പോലെയാണ് ഞങ്ങൾ രണ്ടുപേരുമുള്ള ബന്ധം. സിസ്റ്റർ നമുക്ക് ഇന്നാ വീട്ടിൽ പോകാം, ഇന്ന സ്ഥലത്ത് പോകാം, ഇന്നത് ചെയ്യാം, ഉടനെ സിസ്റ്റർ അത് തന്നെ എന്നോട് ഇങ്ങനെ പറയും. സിസ്റ്റർ പറയാൻ വരുന്നത് ഞാനും തിരിച്ചങ്ങോട്ട് പറയും. അത് അത്ര വലിയൊരു ബന്ധമുണ്ട്, ദൈവത്തോടുള്ള ബന്ധം പോലെ തന്നെ ഞങ്ങളും അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനം ചിലപ്പോൾ വൈകുന്നേരങ്ങളിലേക്ക് വരുമ്പോഴേ നമ്മൾ അവശതയാകുക. പക്ഷെ ഈ ഭവനത്തിലേക്കൊക്കെ കയറി കഴിയുമ്പോൾ നല്ല എനർജിയാണ്. പിന്നെയുണ്ട് ഈ മയക്കുമരുന്നുകാരുടെ ഇടയിൽ പോയിക്കൊണ്ട് വരുമ്പോഴല്ലേ, ഈ ഗ്രൂപ്പിന്റെ ഇടയിലാണ് നമുക്ക് ഭയങ്കര തലവേദന. ആദ്യകാലത്ത് ഭയങ്കര തലവേദനയായിരുന്നു. കാരണം ഇതിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് തലയ്ക്ക് അടിച്ച ഒരു പ്രതീതിയാണ്. ഈ മത്ത് പിടിച്ച പോലെയൊക്കെ ചിലപ്പോൾ നമ്മൾ ടയേർഡായി തിരിച്ച് വന്ന വഴി കയറി കിടന്നാൽ മതി എന്ന ചിന്തയിലാണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് ഒന്ന് പറഞ്ഞപ്പോൾ സീന സിസ്റ്റർ പറഞ്ഞ ഈ തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങി, അല്ലെങ്കിൽ ഇച്ചിരി ചായയും കുടിച്ച് ഇതൊക്കെ കഴിഞ്ഞ് അത്ര ഇഷ്ടമാണെങ്കിൽ അല്പസമയം കിടക്കും. അതല്ലെങ്കിൽ വീണ്ടും നമുക്കൊരു പുതിയൊരു എനർജി. അപ്പൊ പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തമ്പുരാൻ അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയേക്കണേ. കാരണം എല്ലാവർക്കും പറ്റിയ ഫീൽഡ് അല്ല ഇത് സത്യത്തിൽ, എല്ലാവർക്കും പറ്റൂല. പക്ഷെ ചിലവർക്ക് തമ്പുരാൻ ഒരു പ്രത്യേക വിളി കൊടുക്കുമെന്ന് പറയില്ലേ, ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലായത്. കാരണം ഇത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, തമ്പുരാൻ ഈ ഇവരുടെ ഇടയിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ, തമ്പുരാൻ ചെയ്യിപ്പിക്കുന്നു. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെക്സ് വർക്കേഴ്സിന്റെ അമ്മച്ചിമാരെ ഇപ്പം ഞങ്ങൾ ചോദിച്ചേ, അമ്മച്ചിമാരെ നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ ജോലികളൊന്നും ഇല്ലേ? ഇത് നമുക്ക് അത്ര അങ്ങനെ അനുവദനീയമായ ജോലിയല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ജോലിയിലേക്ക് കൂടുതൽ? അപ്പോൾ ഒരു അമ്മച്ചിയുടെ സങ്കടകഥ പറയാണ്. പക്ഷേ ഞാൻ ഒരു ഹിന്ദുവാണ്, എൻ്റെ ഭർത്താവ് ഒരു ലൈൻമാനാണ്, ഡെയിലി വേജസിന് പോകും. എനിക്ക് 3 ആൺപിള്ളേരുണ്ട്. ഒന്ന് മന്ദബുദ്ധി, ഒന്ന് തളർന്നു കിടക്കുന്നു, ഒന്ന് സാമാന്യം ഒരു അല്പം ബോധമുള്ള പയ്യൻ. എനിക്ക് മരുന്ന് വേണം, എൻ്റെ മക്കൾക്ക് മരുന്ന് വേണം, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ആകെ കിട്ടുന്ന രൂപ ഈ മനുഷ്യൻ കൊണ്ടുവരുന്ന നിസ്സാരമായ കാശാണ്. ഒരു ദിവസം അയാൾ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിച്ചു. ഞങ്ങളുടെ അവസ്ഥ സിസ്റ്റം ചിന്തിച്ച് നോക്കി. ഞങ്ങളെ സഹായിക്കാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരാ വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാലും 1-2 ആഴ്ചയ്ക്ക് പലരൊക്കെ ഒന്ന് സഹായിച്ചു. പിന്നെ ആരുമില്ല. ഒരു ദിവസം കൊച്ചു കിടന്ന് കരഞ്ഞിട്ട് പറയാണ്, അമ്മച്ചി എനിക്ക് വിശന്നിട്ട് പാടില്ല, എനിക്ക് എന്തെങ്കിലും താന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ അമ്മച്ചിയും കരഞ്ഞ് ഞങ്ങളും കേട്ടിരിക്കാൻ ഞങ്ങളും കരഞ്ഞു പോയി സത്യത്തിൽ. എന്നിട്ട് ഈ അമ്മച്ചി എന്നിട്ട് ഒരു കടയിൽ ചെന്നിട്ട്, തൊട്ടടുത്ത കടയിൽ ചെന്ന കടക്കാരൻ പറയാണ്, ഈ സങ്കടം മുഴുവനും പറയാണ്, എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഇത് കേട്ട് നിന്നൊരു മാന്യൻ തൊട്ടടുത്ത പ്രധാന സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ ഈ അമ്മച്ചി പറയണതും കരയണതും ഒക്കെ അയാൾ ശ്രദ്ധിക്കില്ല. അപ്പൊ അയാൾ എങ്ങനത്തെ ആളെന്നും അറിയാൻ പാടില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ അമ്മച്ചി കരയണത് കണ്ടു, അമ്മച്ചിക്ക് ഞാനൊരു ജോലി തരാം, ചെയ്യാൻ സമ്മതമാണോ? മോനെ എന്ത് ജോലിയായാലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ സെക്സ് വർക്കറായിരുന്നു. അങ്ങനെ സിസ്റ്ററെ ഞാൻ ഇതിലേക്ക് പെട്ടുപോയി. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റാതെ വന്നു. അപ്പോൾ ചതിയിൽപ്പെട്ടും കുടുംബം പോറ്റാൻ വേണ്ടിയും
മിശ്രകൾ പ്രണയത്തിലൊക്കെയാണ് ഈ അമ്മച്ചിമാർ ഇങ്ങനത്തേക്കൊക്കെ പോയാൽ ആരും അങ്ങനെ സ്വന്തം ഇഷ്ടപ്പെട്ട് പോയേക്കുന്ന ജോലിയല്ല. പിന്നെ അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. അതാണ് ഒരു സത്യം. അപ്പോൾ ഇവരെയൊക്കെ സഹായിക്കുക, ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വലിയ കൃപയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ 3 മേഖലയിൽ മാത്രമല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് ദാരിദ്ര്യരേഖ, എറണാകുളം ജില്ലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മക്കളുടെ ഇടയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് കൂടാതെ തന്നെ തീരെ ദാരിദ്ര്യം, അതായത് ഈ രോഗങ്ങളൊന്നുമില്ല, കുടുംബങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി ഇപ്പം നമ്മുടെ അടുത്തൊരു കോളനി ഉണ്ട്. അവർക്കും ഇവർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മാസത്തിന്റെ ഒരു കൂട്ടായ്മ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ആ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ അവർക്ക് ഞങ്ങൾക്ക് ആശീർവാദ് കമ്പനിയിൽ നിന്ന് ഗോതമ്പ് പൊടി തരും എല്ലാ മാസവും. ഈ 10-85 കുടുംബക്കാർക്ക് ഓരോ കിലോ ഗോതമ്പ് പൊടി തരും. ആ ഗോതമ്പ് പൊടി കൊടുക്കും. പിന്നെ കടകളിൽ നിന്ന് സ്വല്പം ഡാമേജ് ആയ ഡ്രസ്സുകൾ തരും. അധികം ഡാമേജ് അല്ല, ചിലപ്പോൾ കളർ പോയാലോ ഒരു നൂല് പൊങ്ങി അങ്ങനെ ഇതായി ആ ഡ്രസ്സുകൾ. പിന്നെ അവർക്ക് ചിലപ്പം ബിസ്ക്കറ്റ്, കടകളിൽ നിന്ന് ബിസ്ക്കറ്റ് തരും. എല്ലാ കടകളും ഞങ്ങൾ ശരി ചോദിക്കും, ആരും ഞങ്ങൾ തിരസ്കരിക്കാറില്ല. അപ്പം അത് ഇവർക്ക് കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് വലിയൊരു ഭക്ഷണം, ഒരു വലിയ ഗ്രാൻഡായിട്ടുള്ള ഒരു ഭക്ഷണം അവർക്ക് കൊടുക്കും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബാലൻസ് വരുവാണെങ്കിൽ അതൊക്കെ അവർ പാക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളും. ഇവരെല്ലാം ഇവിടെ വൃത്തിയാക്കി, അവരുടെ വീടാണല്ലോ അത്, എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് തുടച്ച് എല്ലാ ഇടേണ്ട സ്ഥാനങ്ങളെല്ലാം ഇട്ടിട്ട് അവരെ പോകുള്ളൂ. അതിനുശേഷം അവർക്ക് നമ്മൾ പൈസയും കൊടുക്കും. ടീ ആയിട്ട് പൈസ ഉള്ളത് പോലെ, ചിലപ്പോൾ 500, ചിലപ്പോൾ 1000, അല്ലെങ്കിൽ 1500, 2000 വരെ കൊടുത്ത ഇതൊക്കെ ഉണ്ട് നമുക്ക് കിട്ടുന്നതനുസരിച്ച്. അപ്പോൾ ഒരു മീറ്റിങ്ങിന് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 1 ലക്ഷത്തോളം രൂപ വരും. അപ്പോൾ ഓരോ മീറ്റിംഗ് കഴിയുമ്പോൾ അടുത്തതിന് വേണ്ടി ഞങ്ങൾ നിരന്തരമായ ഇത് ഞങ്ങൾ പോകാനിരുന്നതാണ്. അന്നേരമാണ് നിങ്ങൾ വരും എന്ന് പറഞ്ഞത്. അപ്പം മിനിഞ്ഞാന്ന് മീറ്റിങ്ങും കഴിഞ്ഞു. വീണ്ടും ഈ മക്കൾക്ക് വേണ്ടി കൂടുതൽ തീഷ്ണതയോട് പ്രവർത്തിക്കണം. ഇപ്പം 2 വീടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു വീട് ഇങ്ങനെ വീഴാറായി ചെരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ് ഇന്നലെ വിളി വന്നത്. വീണ്ടും വേറെ ഒരു വീട് എഴുപുന്നേൽ പറഞ്ഞു, ആ ചേച്ചിക്ക് വേറെ ആരുമില്ല, അസുഖമാണ്. അപ്പം അവിടെ നിന്ന് അപ്പം ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഞങ്ങൾ കണ്ട് കോൺട്രാക്ടറിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ട് ഇരുന്നതാണെന്ന്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അതിനാൽ ഞങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഞങ്ങളുടെ സഭാധികാരികൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഉൾപ്പെടെ, ജനറേറ്ററിലെ സിസ്റ്റേഴ്സ് ഉൾപ്പെടെ, അധികാരികൾ, പ്രോവിൻസിലെ സിസ്റ്റേഴ്സ് എല്ലാവരും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പം ഞങ്ങൾ ഏതെങ്കിലും മഠങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ മഠത്തിലുള്ളത് എന്താണെന്ന് വെച്ച് ഉടനെ പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് തന്നു വിടും. പക്ഷെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ മടിയാണ്. കൊണ്ടുവന്ന് പിന്നെ അത് സൂക്ഷിച്ച് വെക്കണമല്ലോ. അപ്പോൾ എപ്പോഴും ഞങ്ങളോട് വലിയൊരു കാര്യമാണ് എല്ലാവർക്കും. അത് ദൈവത്തിന്റെ ഇടപെടലായിരിക്കാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഈ മീറ്റിങ്ങിന് വരുമ്പോഴല്ല അവർ ചിലരൊക്കെ മെഡിസിൻ ബില്ല് കൊണ്ടുവരും. അപ്പോൾ ഇവർക്കൊക്കെ ഹോസ്പിറ്റലിൽ മെഡിസിൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ എല്ലാ മെഡിസിനും കിട്ടുന്നില്ല. അപ്പോൾ അവർ ചില മെഡിസിനൊക്കെ എഴുതി കൊടുത്തു വിടും. അപ്പോൾ വിലയുള്ള മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ സിസ്റ്ററെ സഹായിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവരെയും എപ്പോഴും സഹായിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് തരുമ്പോൾ അതനുസരിച്ചും ഉള്ളവർ ഇങ്ങനെ കുറച്ച് അളവ് ചെയ്ത് കൊടുക്കും അവർക്ക് പൈസ തരത്തിലെ അങ്ങനെ എല്ലാ തലത്തിലും നമുക്കിങ്ങനെ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഫണ്ട് കണ്ടെത്തണം എന്നുള്ളൊരു മെയിൻ കാര്യമാണ്. പക്ഷെ അത് തമ്പുരാനെ ഓരോ വഴിക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ കൂട്ടായ്മയ്ക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ സാന്നിധ്യം അഡോറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഈ മക്കളൊക്കെ ആണെങ്കിൽ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് വരാൻ മടിക്കും. ഒക്കെ പുറകോട്ട് പിന്നോക്കം പോകാൻ ഇവർ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ ഈ സമൂഹത്തിന്റെ പിന്നാമ്പറങ്ങളിൽ കഴിയുന്ന ഈ മക്കളെ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ കൊടുക്കണം. പിന്നെ അവരുടെ ഉന്നമനത്തിലൂടെ സാധ്യതകൾ കണ്ടെത്തി കൊടുക്കണം. അപ്പോൾ അവരെ സ്വയം തൊഴിലേക്ക് ആക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒരു തൃപ്തിയിലേക്ക് ഞങ്ങൾ അനുഭവം. അതൊരു വലിയ സത്യമാണ് കേട്ടോ. നമുക്കത് പറഞ്ഞാലൊക്കെ എനിക്കറിയാൻ പല വാക്കുകൾ കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പില്ലാതെ കൂടുതൽ ആവേശത്തോടെ ഒരു തീക്ഷ്ണതയോടെ ചെയ്യാനായിട്ട്, ഇന്ന് ചെയ്തേക്കാളും കൂടുതൽ നാളെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ. അപ്പൊ അതാണ് അങ്ങനെ ആ ഒരു ലക്ഷ്യം നമുക്കുണ്ട്. ദൈവം കൈപിടിച്ച് നടത്തുന്നു, അത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ.